നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബാക്കിയുള്ള ഒരു കുടുംബത്തിനൊരു നാണക്കേട് വരാതിരിക്കാൻ എങ്ങനെയെങ്കിലും എല്ലാം മണ്ണിട്ട് മുടാൻ നോക്കുമ്പോ കുറെ കുഴിമാന്തികൾ ഇങ്ങോട്ട് വന്നോളൂ. ദേമേ, അമ്മ ഇങ്ങനെ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കല്ലേ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. മതി സോനെ, ഒന്ന് നിർത്ത്. മനുഷ്യന് ഒരു സ്വൈര്യം തരില്ല നിങ്ങളൊന്നും, അല്ലേ? മോനെ, ഒന്നോളൂ മോശം, മറ്റുള്ളവരുടെ സമാധാനം കെടുത്താനായിട്ട്. എന്താ എന്താ ഇങ്ങനെ പാച്ചു നോക്കുന്നത്? ഞാൻ വിനയനാ, മനസ്സിലായില്ലേ? മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിനക്കെന്താ വേണ്ടേ? ഇതെന്തൊരു ചോദ്യാടോ? നമ്മൾ കുടുംബക്കാരല്ലേ, എനിക്ക് എന്ത് കാര്യത്തിനും ഇവിടെ വരാൻ പാടില്ലേ? ആരാ ഇന്ദ്ര? ഞാൻ ആന്റി വിനയനാ. നീ ജയിലിൽ നിന്ന് എപ്പോ വന്നു വിനയ? കുറച്ചു ദിവസമായ ആന്റി. ഈ പോലീസ് പിടിച്ച് ജയിലിൽ അടക്കുന്നതല്ലേ വാർത്തയാവും. അയാളെ വെറുതെ വിടുന്നത് വാർത്തയല്ലല്ലോ. നീ നിരപരാധിയായോണ്ട് വിട്ടോന്നും അല്ലല്ലോ, ജാമ്യത്തിലിറങ്ങിയല്ലേ. എന്റെ ഇന്ദ്ര, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അനന്തം മാഷും കുടുംബവും ചതിച്ചതാ. ഇപ്പൊ എന്റെ ഭാര്യ വേറൊരു കൊടും ചതി കൂടി എന്നോട് ചെയ്യാൻ പോവാ. അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സുശീലാനിക്ക് മാത്രമേ കഴിയൂ. എനിക്കോ? വേണ്ട വിനയ, നീയുമായിട്ട് ഇനി ഈ കുടുംബത്തിന് ഒരു ഇടപാടും ഇല്ല. ഞങ്ങളെ വെറുതെ ഓരോ കാര്യത്തിലും വലിച്ചഴിക്കാതെ നീ വേഗം പോകാൻ നോക്ക്. അങ്ങനെ പറയല്ല ആന്റി. എന്റെ പ്രശ്നം എന്താണെന്ന് ആന്റി ഒന്ന് കേക്ക്, എന്നിട്ട് പറ. വേണ്ട, ഇവിടെ ആർക്കും ഒന്നും കേൾക്കാനുമില്ല പറയാനുമില്ല. നീ ജയിലിൽ കിടന്ന എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. അതിന്റെ പേരിൽ അവർ നിന്നെ ചതിച്ചാലും അതിന് വലിയ തെറ്റൊന്നുമില്ല. ഓ, അപ്പൊ നീയും ആന്റിയും ഒക്കെ അവർക്ക് കൂട്ടാണല്ലേ? ഇന്നലെ എല്ലാവരെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്റെ ഭാര്യ അവിടെ വന്നത് അവളുടെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനാ. നിങ്ങളെ ഹർഷയും കൊണ്ട് അവിടെ വന്നതും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാവും അല്ലേ? അപ്പൊ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ചല്ലേ പറ്റൂ. നീ വീട്ടിൽ കയറുമെന്ന് അനാവശ്യം പറയരുത്. ഞങ്ങൾ അവിടെ വന്നത് എന്തിനാണെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അപ്പൊ നിങ്ങളവിടെ വന്നു സമ്മതിച്ചല്ലോ. മതി, എനിക്കത് മതി. എന്റെ ഭാര്യ അവിടെ വന്നത് അബോർഷൻ ചെയ്യാനാണെന്ന് ആ ഡോക്ടർ എന്നോട് സമ്മതിച്ചതാ. പക്ഷെ അവള് സമ്മതിക്കുന്നില്ല. ചിലങ്ക ഇപ്പൊ പറയുന്നത് അവളുടെ വയറ്റിൽ അങ്ങനെ ഒരു കൊച്ചേ ഇല്ലെന്നാ. ഞാൻ അറിയാതെ ആ ജീവൻ ഇല്ലാതാക്കാനാ അവളുടെ വീട്ടുകാരുടെ തീരുമാനം. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ആന്റി. നിങ്ങളോട് അവള് സത്യം പറഞ്ഞു കാണുമല്ലോ. ആ കാര്യം ആന്റി അനന്തം മാഷെ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. 4 പേർ അറിഞ്ഞൊന്നും മനസ്സിലായ അയാള് മകൾക്ക് കൂട്ടു നിൽക്കില്ല. ഇല്ല വിനയ, ചിലങ്കി എന്നോട് സത്യം പറഞ്ഞിട്ടില്ല. പക്ഷേ കണ്ടപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, വിശേഷം ഉണ്ടെന്ന്. പക്ഷേ ഞാനത് ചോദിച്ചിട്ട് അവരാരും അത് സമ്മതിച്ചില്ല. കള്ളികളാന്നേ. അനിതമാഷിന്റെ മക്കളെല്ലാം പഠിച്ച കള്ളികളാ. കറക്റ്റ് ആന്റി, ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തായാലും ആന്റി മനസ്സിലാക്കിയ കാര്യം ഇപ്പൊ തന്നെ അനന്തം മാഷിനെ വിളിച്ചൊന്ന് പറയാൻ. ഇല്ലെങ്കിൽ
അവരെന്റെ കുഞ്ഞിനെ കൊല്ലും. അമ്മയ്ക്ക് എങ്ങനെ യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. നിങ്ങൾ ആ ഡോക്ടറെ കൊണ്ട് വിളിപ്പിക്കുക. ഒരു ഡോക്ടറിന്റെ വാക്കല്ല ഏറ്റവും വലിയ തെളിവ്. ആ, ഞാൻ അതിനു വേണ്ടി വീണ്ടും വീണ്ടും ആ ഡോക്ടറെ പോയി കണ്ടതാ സോനെ. അവരൊരു തെളിവ് തരാൻ തയ്യാറല്ല. അവർക്ക് അബോർഷൻ ചെയ്തു കൊടുത്ത കാശ് കിട്ടുമല്ലോ. ആന്റി, ഒന്ന് സഹായിക്കണം പ്ലീസ്. ആ, നടക്കില്ല വിനയ. അമ്മ ഈ കാര്യത്തിൽ ഇടപെടില്ല. നീ വേറെ വല്ല വഴി നോക്ക്, അതാ നല്ലത്. ആ, ഇതിൽ എന്റെ മകൻ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിനയ. നിനക്കൊന്നും തോന്നണ്ട. എനിക്കെന്ത് തോന്നാൻ? ഇനിയിപ്പോ തോന്നിയിട്ടെന്ത് കാര്യം? കള്ളത്തരം കാണിക്കുന്നതിന് നിങ്ങളും ഒട്ടും മോശക്കാരല്ലെന്ന് എനിക്കറിയാം. അനുപമ കാണാതിരിക്കാൻ നീ ഇന്നലെ ഹോസ്പിറ്റലിൽ നടത്തിയ ഒളിച്ചുകളിയൊക്കെ ഞാൻ കണ്ടിന്ദ്ര. 2 തോണിയിൽ കാല് വെച്ച് പോയാലും നിങ്ങളൊക്കെ വലിയ മാന്യന്മാർ. വിനയം മാത്രം എല്ലാവർക്കും വട്ടം മൂസ. എന്നാ പിന്നെ ശരി, എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം നാളെ നിങ്ങൾക്കും വരും. നമുക്ക് അപ്പ കാണാം. കാണേണ്ടി വരും. എന്റെ മരുമകൾ എന്തായാലും കൊള്ളാം. ഹ, സ്വന്തം അച്ഛനെ പോലും അറിയിക്കാതെ അനിയത്തിയെ അബോർഷൻ ചെയ്യിക്കാൻ കൊണ്ടുവരാനുള്ള അവളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു. അല്ല, ഇനി അനന്തമാഷം കൂടി അറിഞ്ഞോണ്ടാണെന്ന് ആർക്കറിയാം? ചിലപ്പോ അയാൾ തന്നെ പറഞ്ഞു വിട്ടതാവും. അതിനിടയിൽ അവൾ ഇന്ദ്രനെ വിളിച്ചിരിക്കുന്നു, ഒരു നോണവും ഇല്ലാതെ. ഏട്ടത്തി വിളിച്ചതേ അവരുടെ ഭർത്താവിനെയല്ലേ, അല്ലാതെ വേറെ ആരെയും അല്ലല്ലോ. ആ സമയത്ത് ഇന്ദ്രേട്ടനും അമ്മയും ഹർഷയുടെ കൂടെ ആയിരുന്നു എന്നുള്ളതാ ഏറ്റവും വലിയ നെറുകേട്. ഒരു നെറികേടും ഇല്ല. സച്ചി സാറിന്റെ കടം വിട്ടാനുള്ള 15 ലക്ഷം രൂപ എടുത്തു കൊടുക്കാൻ വേണ്ടി രവിക്ക് ബാങ്കിൽ പോകേണ്ടി വന്നതുകൊണ്ടാ ഇന്ദ്രന് ഞാനും കൂടി ഹർഷയെ ചെക്കപ്പിന് കൊണ്ടുപോയത്. അതുകൊണ്ടെന്താ, ഇന്ദ്രൻ കൊടുക്കേണ്ടിയിരുന്ന പലിശ 4 കുറഞ്ഞു. അല്ല, ഇനി അവൻ അനുപമ വിളിച്ചെടുത്തു പോയിരുന്നെങ്കിലോ? ഭാര്യയുടെ അനിയത്തിയെ അബോർഷന് കൊണ്ടുപോയെന്ന പേരുദോഷം അവന്റെ തലയിൽ കൂടി വന്ന് വീണേനെ. ഇപ്പൊ അമ്മയുടെ മോന് ഒരു പേരുദോഷവും ഇല്ലല്ലോ. അമ്മയും മോനും ആ ഹർഷയെ കൂട്ടിക്കൊണ്ട് നടന്നേനും ആ വിനീൻ ഇനി എന്തൊക്കെ കഥകൾ ഉണ്ടാക്കാൻ പോകുന്നെന്നോ ദൈവത്തിനെ അറിയൂ. സോന, ആ അതാ വരുന്നു ചമേട്ടാ. എടുത്തുചേട്ടൻ കാണിച്ച ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല വിനയ. നീ എന്തും പറഞ്ഞ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. മാഷിന്റെ ജീവന്റെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും ആ ജീവൻ ഇല്ലാതാക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനല്ലേ? അതെ, ആ രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ അവരോട് സംസാരിച്ച് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒരു ജീവനെ ഇല്ലെന്ന് മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതും വിശ്വസിച്ച് നമ്മൾ പോരണോ? തെളിവില്ലാത്ത കാര്യത്തിന് അവകാശം ഉറപ്പിക്കാൻ പോയാലേ ഇങ്ങനെയാണ് വിനയ. ഞാനതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചപ്പം വരാതിരുന്നത്. നീ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്
ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ചീരു പ്രഗ്നന്റ് ആണെന്നുള്ളതിന്റെ എന്തെങ്കിലും ഒരു രേഖ വാങ്ങിക്കണമായിരുന്നു. അതുകൊണ്ടാണ് മാഷിന്റെ വീട്ടിൽ പോയിരുന്നെങ്കിൽ അവരുടെ ഒരു നാടകവും നടക്കില്ലായിരുന്നു. പിന്നീടാണെങ്കിലും ആ ഡോക്ടർ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ തിരിച്ചു പോയി എല്ലാ നാടകവും പൊളിക്കായിരുന്നു. ഇത് അവര് പോലും എന്നെ കൈവിട്ടാണ്. എല്ലാം നിന്റെ എടുത്തുചാട്ടം കൊണ്ടുണ്ടാവുന്ന കുഴപ്പോ ആ ഡോക്ടറെ നീ വെറുപ്പിച്ചു കാണും.